നമസ്കാരം, ഡിഗ്രി ടോക്സ് എന്ന ബിനുവാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഗസ്റ്റ്. ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. പേര് ശ്രീറാം. ശ്രീറാമിന് നമുക്ക് തന്നെ പരിചയപ്പെടാം. വെൽക്കം ടു മൈ ഷോ ശ്രീറാം. താങ്ക് യു. ശ്രീറാം എന്താ ചെയ്യുന്നത്? ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ന്യൂറോ മൈൻഡ് കൗൺസിലിംഗ് ആൻഡ് റിസർച്ച് സെന്ററിൽ ഇവിടെ ട്രിവാൻഡ്രം ശ്രീകാര്യത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കൺസൾട്ടന്റ് ആയിട്ട് തിരൂര് മൈൻഡ് കെയർ എന്ന് പറഞ്ഞ കൗൺസിലിംഗ് സെന്ററിൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ശ്രീറാമ കൂടുതൽ പാരന്റൽ കൗൺസിലിംഗും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് കൗൺസിലിംഗും ആണ് ചെയ്യുന്നത് അല്ലേ? കറക്റ്റ്. അപ്പൊ നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ കാര്യം ഈ കുട്ടികൾക്കുള്ള ഞാൻ ഈ എക്സാം സ്ട്രെസ് ക്ലാസ് എടുക്കുന്നതും താങ്കൾ പേരൻസിനെ കൗൺസിൽ ചെയ്യുന്നത് വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുന്നത്. അപ്പം ആ പരിചയം കൂടുതൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോം ഞങ്ങൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് പേരൻസിനും കിഡ്സിനും നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ചർച്ച പോകുന്നു അല്ലെ? ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞിട്ടേ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, പ്രത്യേകിച്ച് വീടുകളിൽ. അപ്പൊ വീടുകളിലെ ചലഞ്ചസ് എനിക്കും അറിയാം, സാറിനും അറിയാം. അപ്പൊ ശ്രീറാമിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഒരു വലിയ ചലഞ്ചസ് എന്ന് കേരളം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ ചലഞ്ചസ് എന്താ? പാരന്റിങ്ങിൽ ഒന്നാമത്തെ ചാലഞ്ച് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ. നമുക്കത് AC/BC എന്ന് പറയാമല്ലോ. ആഫ്റ്റർ കൊറോണ, ബിഫോർ കൊറോണ. ഈ കുഞ്ഞുങ്ങള് അവരൊരു ചൈൽഡ്ഹുഡിൽ നിന്ന് അവരൊരു അഡോളസെന്റ് ഏജിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കാം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 10th എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികള് ആ ടൈം മിക്കവരും ഹൗസ് അറസ്റ്റ് ആയതുപോലെ ആണ് അവർ ഇതിൻ്റെ അകത്തുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഹൗസ് അറസ്റ്റ് മാത്രമല്ല, അവര് ശരിക്കും ഒരു അറസ്റ്റഡ് ഫീലിൽ തന്നെയാണ് അവരുടെ മൈൻഡ് ഇപ്പോഴും ഇരിക്കുന്നത്. നമ്മളെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ പണ്ട് പുറത്തുപോയി കളിക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ വിനോദം. പക്ഷെ കുഞ്ഞുങ്ങള് ആ സമയം മൊബൈലിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു. നമ്മൾ പഠിക്കാനെന്നുള്ളൊരു നല്ലൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ മൊബൈൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതെങ്കിലും അവരിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ മൊബൈലിലെ ഗെയിം അഡിക്റ്റിൻ്റെക്ക് പോയായിരുന്നു. അപ്പൊ അങ്ങനെ ഗെയിം അഡിക്ഷനിൽ നിന്ന് അവർ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ വലിയൊരു പാടായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പാരന്റ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. അതെ, കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ഒരു പാരന്റ് നീ ഗെയിം കളിക്കേണ്ടെന്ന് പറഞ്ഞ് മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇന്ന് ആത്മഹത്യയാണ് ചെയ്യുന്നത്. സാറ് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു ഒരു കുട്ടി മറ്റേ ജനലിൽ കെട്ടി തൂങ്ങി മരിച്ചത് മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ. അതെ അതെ, മൊബൈലിന്റെ ചലഞ്ച് തന്നെയാണ്. അവർ അതിൽ പാരന്റ്സ് ചെയ്യുന്ന മിസ്റ്റേക്കും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അവർ ഈ കുഞ്ഞുങ്ങളുടെ നിന്ന് പെട്ടെന്നാണ് ഈ ഫോൺ വിഡ്രോ ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു സാധനത്തിലേക്ക് പ്രാക്ടീസ് ചെയ്ത് വരുന്നത് വർഷങ്ങൾ കൊണ്ടുള്ള പരിചയം അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ടുള്ള പരിചയത്തിലായിരിക്കും നമ്മൾ അതിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഒരു കുറേ ദിവസം കണ്ടാണ് അതിലേക്ക് അഡിക്റ്റ് ആവുന്നത്. അപ്പോൾ ഒറ്റ ദിവസത്തിൽ അത് വിഡ്രോ ചെയ്യുമ്പോൾ അവർക്ക് അതില്ലാതെ പറ്റത്തില്ല. ശരിക്കും പാരന്റ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 day കൊണ്ട് കുഞ്ഞുങ്ങളെ മാറ്റാൻ ശ്രമിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് പാരന്റിന് മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ടൈം വേണം. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, കുഞ്ഞ് എത്ര മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കുഞ്ഞ് 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ ടൈം മോണിറ്റർ ചെയ്യുക. മോണിറ്റർ ചെയ്തിട്ട് ഇപ്പൊ അവൻ 2 മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു 1 മണിക്കൂറും 50 മിനിറ്റും ആവുമ്പോൾ അവന്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുക. അടുത്തൊരു 10 മിനിറ്റ് സംസാരിക്കുക. ഇങ്ങനെ അടുത്ത ദിവസം 1.25 മണിക്കൂർ ആകുമ്പോൾ അവന്റെ അടുത്ത് നിന്ന് സംസാരിക്കുക. അവന് ആ 15 മിനിറ്റ്സ് ഒരു ക്വാളിറ്റി ടൈം അവർക്ക് കൊടുക്കാൻ പറ്റണം. എന്ന് മൊബൈലിനെക്കാളും കൂടുതൽ അവൻ അമ്മയോടോ അച്ഛനോടോ സംസാരിക്കുന്ന അവന് ഇഷ്ടപ്പെടണം. അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്ന് 1.25 എന്നുള്ളത് 1 മണിക്കൂറാക്കാം, അരമണിക്കൂറാവാം, 35 മിനിറ്റ് ആക്കാം. ഇങ്ങനെ നമുക്ക് കുറച്ച് നമുക്ക് ലാസ്റ്റ് കുഞ്ഞിന്റെ മൊബൈൽ അഡിക്ഷൻ മാറ്റാം. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഈ വിഡ്രോ ചെയ്യുമ്പോഴാണ് ഈ ഒരു ആത്മഹത്യ ടെൻഡൻസി കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചതിന് മുമ്പ് തന്നെ ഡോക്ടർ ശ്രീറാം പറഞ്ഞു, പേരന്റിങ് ചലഞ്ചിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ സ്ക്രീൻ സ്പേസ് കുട്ടികളെ എടുക്കുക എന്നുള്ളതാണ്. വളരെ ട്രൂ ആണത്. അതുപോലെ തന്നെയാണ് സ്ക്രീൻ വലിയൊരു ഇൻഫോർമേഷൻ ആണ്. പെട്ടെന്ന് സാധാരണ ഞാനൊക്കെ ചെയ്യുന്നതാണ് പെട്ടെന്ന് സ്റ്റോപ്പ് എന്ന് പറയും, പക്ഷെ ആ സ്റ്റോപ്പ് ക്യാൻ ക്രിയേറ്റ് എ നെഗറ്റീവ്. അതെ, ഓക്കെ. അപ്പോൾ പക്ഷെ നമ്മൾ മാറ്റിയാലേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇത് വേറെ എന്തെങ്കിലും ടിപ്സ് പറയാൻ പറ്റും നമുക്ക് ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട്? കാരണം കുട്ടികൾ പുറത്തു പോയി കളിക്കും. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം ഈ കുട്ടികൾ ദേ ആർ വെരി ഗ്ലൂ ടു ദിസ് ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഞാൻ പേരന്റിങ് നമ്മൾ ഇതിരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ പേരന്റിങ് ചലഞ്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ ഒന്ന്, നമ്മൾ സ്ക്രീൻ സ്പേസിന്റെ കാര്യം പറഞ്ഞു, സ്ക്രീൻ ടൈമിന്റെ. 2, ഈ എക്സാംസ് വരുമ്പോഴത്തേക്കുള്ള ചലഞ്ചസ് കുട്ടികൾ ഫേസ് ചെയ്യുന്നു.
3 ഈ നമ്മളല്ലാതെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ്. 4 ഇതാണ് പേരന്റിംഗ് എന്ന് ഞാൻ മനസ്സിലായി. ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീറാം കൂടെ പറയണം. 4-മത്തത് കുട്ടികളെ ഇന്നത്തെ കാലാവസ്ഥയിൽ വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം കഴിപ്പിക്കാനുള്ള പ്രശ്നം. ഈ 4 ചലഞ്ചസ് ആണ് ഞാനൊരു പേരന്റിംഗ് ചലഞ്ചസ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ താങ്കൾ പറഞ്ഞ പോയിന്റ്, ഈ സ്ക്രീൻ സ്പേസിന്റെ ഒരു ടിപ്പ് താങ്കൾ പറഞ്ഞു, വിഡ്രോവൽ പതുക്കെ മതി എന്നുള്ളത്. അതൊരു പോയിന്റ് നോട്ട്. ഇനി രണ്ടാമത്തെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ട്? കുട്ടികളുടെ ഈ ടി വി കാണുന്നതിനും കുഴപ്പമില്ല, മൊബൈലിൽ ഗ്ലൂ ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, അതും ഒരു സാർ ഇപ്പൊ പറഞ്ഞതിലും ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, TV സ്ക്രീൻ ടൈം എന്നുള്ളത് അതൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് നിനക്ക് മൊബൈൽ യൂസ് ചെയ്യാം. ഇന്നത്തെ ലോകത്ത് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യുന്നത് അത്യാവശ്യ കാര്യമാണ്. ബട്ട് നമ്മൾ അതിനകത്തോട്ട് അഡിക്റ്റ് ആകരുത് എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോഴും കഴിഞ്ഞ സ്റ്റഡിയിൽ ഇതിന് വന്നൊരു ഇതാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സ്ക്രീനിലേക്ക് അഡിക്റ്റ് ആയി അതിലുമായിട്ട് ജീവിക്കുന്ന ഒരു മെത്തേഡാണത്. അപ്പോ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഈ കുഞ്ഞുങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ അഡിക്ഷൻ. കുഞ്ഞുങ്ങൾ മാത്രമേ വലിയവരിലും ഉണ്ട്. കുഞ്ഞുങ്ങളിൽ ഈ മൊബൈൽ അഡിക്ഷൻ വരുമ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. എപ്പോഴും ഒരു 2 hours കണ്ടീഷൻ വെക്കുക. 2 hours കഴിഞ്ഞിട്ട് പാരന്റ്സ് മെല്ലെ ഫോൺ വാങ്ങുക. മെല്ലെ ഫോൺ വാങ്ങുന്നതിന് മുന്നേ അവരെ കോൺസെൻട്രേഷൻ മാറ്റി വിടുക. അവർ ഫോണിൽ ഇപ്പൊ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിള്ളേര് നമ്മളൊന്ന് വാങ്ങാൻ പോകുമ്പോൾ അവര് പറയും അമ്മ 1 മിനിറ്റ്, അമ്മ 2 മിനിറ്റ് എന്ന് പറഞ്ഞ് പറയും. നമ്മൾ ആ 2 മിനിറ്റ് 3 മിനിറ്റും ഒക്കെ അലോട്ട് ചെയ്യുന്നതിനനുസരിച്ച് ആ കുഞ്ഞുങ്ങൾ വീണ്ടും അതിനകത്തോട്ടാണ് പോകുന്നത്. അതേസമയം 1 മണിക്കൂർ നമ്മൾ കൊടുത്തു എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് മുന്നേ ആയിട്ട് അമ്മ അവിടെ ചെന്നിരുന്ന് കുഞ്ഞിന്റെ അടുത്ത് കാര്യം സംസാരിക്കുക. പയ്യെ ഫോണ് 1 മണിക്കൂറായി. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത് ഒരു പോയിന്റ് പറഞ്ഞതനുസരിച്ച് കൂടുതൽ അമ്മമാർക്കാണ് ഇത് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ ഏൻഷ്യൻ കാലഘട്ടങ്ങളിലാണ് ആണുങ്ങള് വേട്ടയാടാൻ പോകും, പെണ്ണുങ്ങള് വീട്ടിലിരുന്ന് കുക്ക് ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ബട്ട് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കാൻ നമുക്ക് ഇല്ലാത്ത സമയമാണ് അവര് ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ ടൈമിൽ അഡിക്റ്റ് ആയി പോകുന്നത്. നമ്മളെ എങ്ങനെ അഡിക്റ്റ് ആവുന്നത്? ആ ഒരു കാര്യം നമുക്ക് സന്തോഷം തരുമ്പോഴാണ് ആ കാര്യത്തിലേക്ക് നമ്മൾ അഡിക്റ്റ് ആവുന്നത്. അപ്പൊ പാരന്റ്സിന്റെ സ്നേഹത്തിനേക്കാളും ഫോണ് കുഞ്ഞിന് എന്ത് തരുന്നുണ്ട്? സന്തോഷം തരുന്നുണ്ട്. അപ്പോഴാണ് കുഞ്ഞുങ്ങള് ഫോണിലേക്ക് അഡിക്റ്റ് ആവുന്നത്. അതേ സ്നേഹം പാരന്റ്സിന് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ ഫോണിൽ അഡിക്റ്റ് ആകില്ല. ഓക്കെ. ചില പേരൻസ് ഉണ്ട് വന്ന ഉടനെ കൂടുതൽ ടൈം മൊബൈലിൽ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന അതൊരു ബാഡ് പ്രാക്ടീസ് ആയിരിക്കും. അതായിരിക്കും ഡോക്ടർ പറയുന്നത്. കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, അവർ തന്നെ ഇത് ഒരു റോൾ മോഡലായി കൂടുതൽ സമയം മൊബൈലിൽ നോക്കുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരാം അല്ലേ? അതെ. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്ന ദേ ആർ ലൈക്ക് എ മിറർ. നമ്മൾ എന്ത് കാണിക്കുന്നോ അത് കുഞ്ഞുങ്ങള് കണ്ട് പഠിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നതിനേക്കാളും കുഞ്ഞുങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങള് നമ്മൾ ചെയ്യുന്നതിന്റെ സെറോക്സ് കോപ്പി അല്ല, അങ്ങനെ ഫോട്ടോ കോപ്പി എന്നുള്ള രീതിക്കാണ് കുഞ്ഞുങ്ങളും കാര്യം ചെയ്യുന്നത്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വലിച്ചെറിയുകയാണ് എങ്കിൽ നാളെ തൊട്ട് കുഞ്ഞും അത് വലിച്ചെറിയും. അതേസമയം നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് ഒരു വേസ്റ്റ് കൊണ്ട് നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടും. കാരണം നമ്മളാണ് അവരെന്ത് ചെയ്യണമെന്നുള്ളത് പഠിപ്പിക്കുന്നത്. നമ്മളുടെ പേഴ്സണാലിറ്റി എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡിസിപ്ലിൻ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഡിസിപ്ലിനും. വെരി ഗുഡ്. അപ്പൊ സ്ക്രീൻ സ്പേസ് കുറയ്ക്കാൻ രണ്ട് ടിപ്സ്. വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? വേറെ അത് കുട്ടികളുടെ സ്ക്രീൻ ടൈമിന്റെ അല്ലെങ്കിൽ അവർ എത്രത്തോളം അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ കൗൺസിലിംഗ് തീരുമാനിക്കുന്നത്. അതിൽ എത്ര സെഷൻസ് വേണം, എങ്ങനെ റിവോക്ക് ചെയ്യാം എന്നുള്ള. ചില കുട്ടികളൊക്കെ എത്ര സെഷൻസ് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആണ്. ഈ സ്ക്രീൻ ടൈം ഉണ്ടാകുന്ന കുട്ടികൾ ചില സമയം ഇപ്പൊ ഇറങ്ങുന്ന നമ്മൾ ഈ കാണുന്ന യൂട്യൂബിലൊക്കെ തന്നെ നമ്മൾ വീഡിയോ കാണാറുണ്ട്. ഒരു മുത്തശ്ശി കുഞ്ഞിന് ഫുഡ് വാരി കൊടുക്കുന്നു, അപ്പോഴും മോൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അവന് നോഫോഫോബിയ എന്ന് പറയും. ഈ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നോഫോഫോബിയ എന്ന് പറയുന്നത്. അപ്പോ ഈ ഇങ്ങനത്തെ അതിന്റെ ഏത് ലെവലിലാണ് ആ കുട്ടി ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ലൈക്ക് ഞാൻ പൊതുവെ പറയുന്നത് 1 hour ആണ് ഒരു സെഷൻ എടുക്കുന്നത്. ബട്ട് ഞാൻ ശരിക്കും ആദ്യത്തെ സെഷന് ഞാൻ അറൌണ്ട് 3.5 hours എടുക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഈസ് എവരിതിങ്. ആൻഡ് ഐ ബിലീവ് ഇൻ
പാസ്റ്റ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഫ്യൂച്ചർ. പാസ്റ്റിൽ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് ഫ്യൂച്ചറിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൂചി ഇപ്പുറത്തോട്ട് പോയാൽ പാസ്റ്റ് ആയി. ആ പാസ്റ്റിൽ നമ്മൾ നല്ലത് ചെയ്താൽ അത് നമ്മുടെ ലൈഫിലേക്ക് നല്ലതായിട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മൾ പണ്ട് ചെയ്ത എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും ഫ്യൂച്ചർ ഹേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രോമ ആയിരിക്കും നമ്മളെ ഫ്യൂച്ചറിലേക്ക് അലട്ടുന്നത്. സോ ഹിസ്റ്ററി ടേക്കിംഗ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ ഈ നിങ്ങൾ കൂടുതൽ കൗൺസിലിംഗിൽ ട്രോമ മാറ്റാനുള്ള ശ്രമമാണ് ആദ്യം ചെയ്യുന്നത് അല്ലേ? അതെ, നമ്മൾ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ ട്രോമയൊക്കെ അവരെ എഫക്ട് ചെയ്യുന്നത് ചിലപ്പോൾ 10ാം ക്ലാസ് +2 കോളേജിലേക്ക് കയറുമ്പോഴേക്കും അവരുടെ ട്രോമാസ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അവര് പ്രീവിയസ് ഹിസ്റ്ററി, ഈവൻ പ്രഗ്നൻസി സ്റ്റേജ് തൊട്ടുള്ള ഹിസ്റ്ററി നമ്മൾ എടുക്കണം. ഈ പ്രഗ്നൻസി സമയത്ത് അമ്മ അനുഭവിച്ച മാനസിക പ്രോബ്ലംസ്, ആ പ്രോബ്ലംസും കുഞ്ഞിനെ എഫക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇത് നമ്മുടെ പഴയ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണൻ അതെ ചക്രവ്യൂഹം ഭേദിക്കാനായിട്ട് ഇതില് അതെ. അപ്പൊ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പൊ പാരന്റ്സിന് ഒരു വലിയ പങ്ക്. അഭിമന്യുവിന് ചക്രവ്യൂഹം വേദിച്ച് അകത്ത് കയറാൻ അറിയാം. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴ് അഭിമന്യുവിന്റെ അമ്മ ഉറക്കത്തിലേക്ക് പോയി. അതിൽ നിന്ന് എങ്ങനെ ഇറങ്ങണമെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല. സോ ചക്രവ്യൂഹം വേദിച്ച് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. ആ ഒരു മെത്തേഡ് ശരിക്കും ഒരു സത്യമായ ഒരു മെത്തേഡാണ്. അവര് കുഞ്ഞുങ്ങൾ വെയിറ്റ് ചെയ്യുന്ന അച്ഛന്റെ സൗണ്ട് എങ്ങനെ, അച്ഛന്റെയും പുറത്തുള്ള സൗണ്ട് ഒക്കെ എങ്ങനെ കുഞ്ഞ് മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ കുഞ്ഞ് കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പൊ തൊട്ടേ അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ പറയുന്നത് ആ സമയത്ത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കരുത്, പാട്ട് കേൾക്കണം, ബുക്ക് വായിക്കണം, ഈ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ ഇതാണ്. ശരിക്കും പാരന്റ് ഇപ്പോഴും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ പണ്ടത്തെ ഇപ്പോഴത്തെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പണ്ടത്തെ ഓൾഡ് ജനറേഷൻ വന്നിട്ട് ഒരിക്കലും ഇതൊരു ജോലിയായിട്ട് കണ്ടിട്ടില്ല. കുഞ്ഞുങ്ങൾ വളർന്നോളും, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ കൊടുക്കും. പക്ഷെ ഇന്നത്തെ നമ്മുടെ തലമുറ ഇതൊരു വർക്കായിട്ടാണ് അവർക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത കാലത്ത് ഒരു പേരന്റിനെ കണ്ടത്, പേരന്റ് ഈസ് ചെയ്തതിനെല്ലാം മഹത്വമായിട്ട് പറഞ്ഞോണ്ടിരിക്കും. ജോബ്, ഒരു ഡ്യൂട്ടി. മനസ്സിലായില്ലേ? അല്ല, ആക്ച്വലി ഹീസ് ബീൻ. അപ്പൊ പുള്ളിക്കാരുടെ ക്രെഡിറ്റ് കിട്ടത്തില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഇത്രയും ചെയ്യുന്നു. അപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നാൽ എന്റെ ഡ്യൂട്ടിയാണ്, അച്ഛനെന്നുള്ള ഡ്യൂട്ടി ആയിട്ട് അദ്ദേഹം കരുതുന്നില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ ഒരു ഡ്യൂട്ടി, അമ്മയുടെ ഡ്യൂട്ടി ആയിട്ട് കരുതുന്നത്. അത് കുട്ടിയുടെ സൈക്കോളജിയിൽ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന മനസ്സിലായി. എവരിതിങ് ഈസ് ഗിവൻ ടൈം. ഞാൻ ഇത്രയും ചെയ്യുന്നു, അത് തന്നെയാണ് ആ ഫാമിലിയിലെ വലിയൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് തോന്നുന്നത്. അതൊരു പാരന്റിങ്, എനിക്കൊന്നൊരു ശരിക്കും ഒരു പാരന്റിങ് ചലഞ്ച് അവർ തന്നെ വരുത്തി വെച്ചാണെന്ന് ഞാൻ തോന്നുന്നു. ചില പാരന്റ്സ് അവരിപ്പോ ഇതൊരു വർക്കായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. നമ്മൾ വർക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ശരിക്കും നമ്മൾ അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത്, നമ്മൾ അതിൽ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് നമ്മൾ അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും വർക്ക് ഉണ്ട് ചില പാരന്റ്സ് ഉദ്ദേശിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടതില് എല്ലാ കാര്യങ്ങളും 100% കറക്റ്റ് ആയിട്ട് അവർക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അവരെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കുഞ്ഞിന് ഇങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില പാരന്റ്സ് ഉണ്ട്. അങ്ങനത്തെ ചില പാരന്റ്സിന്റെ സപ്പോർട്ടാണ് കുഞ്ഞുങ്ങളെ പല സമയത്തും മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. എപ്പോഴും ഒരു എക്സ്ട്രാ എഫേർട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടേണ്ടത് ഒരു നല്ല കാര്യമാണ്. ശരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്, അതിന്റെ കൂടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് ചേഞ്ചസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ സ്ക്രീൻ ടൈം എങ്ങനെ കുറയ്ക്കാമെന്നാണ്. ശ്രീറാം 2-3 ടിപ്സ് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ടിപ്പ് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ യൂസേജ് അല്ലെങ്കിൽ ടെക്നോളജി യൂസേജ് കുറയ്ക്കാനായിട്ട് കുട്ടികൾക്ക് വായനശീലം കിട്ടുക എന്നുള്ളതാണ്. അപ്പം നേരത്തെ ബെഡ് ടൈം സ്റ്റോറീസിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രീറാം പറഞ്ഞു. അത് കൊച്ചിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ മാറ്റം വരും. പിന്നെ പിൽക്കാലത്തും കുട്ടികളുടെ കൂടെ കഥകൾ പറയാനും കഥകൾ കേൾക്കാനുള്ള താല്പര്യം, പുസ്തകങ്ങൾ വായിക്കാനുള്ള താല്പര്യം കൂടെ കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് സ്ക്രീൻ സ്പേസ് കുറയ്ക്കാൻ വലിയൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ കുട്ടികളെ സ്ക്രീൻ സ്പേസ് കുറയ്ക്കാൻ ഞങ്ങളെല്ലാം പറയുന്നത് കൂടുതൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുള്ള സാഹചര്യം മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുക. പാരന്റ്സ് കുറച്ച് ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്വാളിറ്റി ടൈം കറക്റ്റ്. അപ്പോൾ ഇതെല്ലാം കുട്ടികളുടെ സ്ക്രീൻ സ്പേസ് കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്തു. ഞങ്ങൾ അടുത്ത ഒരു രസകരമായിട്ടൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.